കല്യാണ പല്ലക്ക് കുറച്ച് സമയത്തിന് ശേഷം രമ്യ ആഹാരം കഴിക്കാനായി വന്ന് വിളിച്ചപ്പോ ഗംഗ രമ്യക്കൊപ്പം എഴുന്നേറ്റ് പോയി. എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി തീർത്തുകൊണ്ട് എഴുന്നേറ്റു. ഗംഗെ, നുള്ളി പെറുക്കി കഴിക്കാതെ മര്യാദയ്ക്ക് പാത്രത്തിലുള്ള ആഹാരം മുഴുവൻ വാരിയങ്ങോട്ട് കഴിച്ചേ. സുശീലയാണ്. ഇതിപ്പോ ഉഷ നിനക്കൊന്നും തരാതെ എന്നെ പട്ടിണിക്ക് ഇട്ടിരിക്കുവാന്നല്ലേ വിവാഹത്തിന് വരുന്ന ആളുകൾ പറയും. ഗംഗ ഒന്നും മിണ്ടിയില്ല. പാത്രത്തിലുണ്ടായിരുന്ന ബാക്കി വറ്റുകൂടി എങ്ങനെയോ ഒരുവിധം വാരിക്കഴിച്ചു. പാത്രവും കഴുകി വെച്ചുകൊണ്ടവൾ മുറിയിലേക്ക് ചെന്നു. പുറത്തേക്ക് ഇറങ്ങിപ്പോയ രാഹുൽ അത്രയും നേരമായിട്ടും വന്നില്ല. ഇതെവിടെ പോയി? കണ്ടില്ലല്ലോ. ഗംഗ അസ്വസ്ഥതയോടെ മുറിയിൽ തലങ്ങും വിലങ്ങും നടക്കാൻ തുടങ്ങിയ സമയത്താണ് മുറി തുറന്ന് രാഹുൽ അകത്തേക്ക് കയറി വന്നത്. ഗംഗ അവന്റെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അവനൊന്നും മിണ്ടാതെ അഴയിൽ കിടന്ന തോർത്തെടുത്ത് കുളിക്കാൻ ഇറങ്ങിപ്പോയി. അമ്മാവന്മാരൊക്കെ ഹോളിൽ ഒരു പായ വിരിച്ച് കിടപ്പുണ്ട്. രാഹുൽ ഉഷയോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേൾക്കാം. കുളിച്ചിട്ട് മതിയെന്ന് പറഞ്ഞ് രാഹുൽ ഇറങ്ങിപ്പോയപ്പോ അമ്മ അത്താഴം കഴിക്കാൻ വിളിച്ചതാവൂന്നാണ് അവൾ ഓർത്തത്. 10 മിനിറ്റ് കഴിഞ്ഞ് അവൻ കുളിച്ചിറങ്ങി വന്നു. നനഞ്ഞ തോർത്ത് ഒന്നുകൂടെ മുറുക്കി പിഴിഞ്ഞ് മുറ്റത്തെ അരബിറ്റയിൽ വിരിച്ചു. അപ്പോഴേക്കും ഗംഗ വന്നിട്ട് അതെടുത്ത് അകത്തെ മുറിയിലെ പ്ലാസ്റ്റിക് കസേരയിലിട്ടു. രാഹുൽ അന്നേരമാണ് ആ മുറി ശ്രദ്ധിച്ചത്. മുഷിഞ്ഞതൊന്നും കൂടെ കിടപ്പില്ല. താൻ മാറിയിട്ട മുണ്ടയ്ക്ക് അവൾ അലക്കി മടക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ചിട്ടയെടുക്കും വന്നതുപോലെ. അവന്റെ നോട്ടം കണ്ടിട്ട് ഗംഗയ്ക്ക് കാര്യം മനസ്സിലായി. മുഷിഞ്ഞ തുണിയൊന്നും ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് പോയേക്കരുത്. കുറെ നേരം കഷ്ടപ്പെട്ടിട്ടാ ഈ മുറി ഇതുപോലൊന്നും ആക്കിയെടുത്തത്. ഗംഗ അവന് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതിന്റെ മറുപടിയൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയെങ്കിലും രാഹുലിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അമ്മ വിളമ്പി വെച്ച ആഹാരം കഴിച്ചിട്ട് അവൻ കയറി വന്നപ്പോഴും ഗംഗ കട്ടിലിൽ ഒരു വശത്തായിരിപ്പുണ്ട്. രാഹുൽ വാതിലടിച്ച് കുറ്റിയിട്ടു കട്ടിലിന്റെ ഒരു സൈഡിലേക്ക് കയറി കിടന്നു. കിടന്നു 10 മിനിറ്റിനുള്ളിൽ തന്നെ അവൻ ഉറങ്ങുകയും ചെയ്തു. അസ്വസ്ഥമായ മനസ്സോടെ ഗംഗയും കട്ടിലിന്റെ ഒരരികിലേക്ക് കിടന്നു. എന്നോട് എന്തേലും ഒന്ന് മിണ്ടിക്കൂടെ? ഒന്നുമില്ലെങ്കിലും ഞാൻ അയാളുടെ ഭാര്യയല്ലേ? അവൾ ഓർത്തുപോയി. തലേ ദിവസം താമസിച്ച് എഴുന്നേറ്റതിന് സുശീല വഴക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ഗംഗയെന്ന് അലാറമൊക്കെ വെച്ചിട്ടാണ് ഉറങ്ങാൻ കിടന്നത്. പക്ഷെ 6 മണിക്ക് അവിടെ അലാറം അടിച്ചിട്ടും ഇതൊന്നും അറിയാതെ സുഖ ഉറക്കത്തിലാണവൾ. അതേസമയം രാഹുലാണെങ്കിൽ ഉറക്കം മുറിഞ്ഞ ദേഷ്യത്തിൽ ബെഡിൽ എഴുന്നേറ്റിരുന്നു. നോക്കുമ്പോൾ ഗംഗയുടെ തലക്കീഴിലിരുന്ന ഫോണാണ് റിങ് ചെയ്യുന്നത്. ഗംഗെ, ഗംഗെ, അവൻ അവളെ തട്ടി വിളിച്ചു. ഉറക്കത്തിൽ നിന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞെട്ടലോടെ ഗംഗ ചാടി എണീറ്റു. അല്പസമയം വേണ്ടി വന്നു അവളൊന്ന് സ്വബോധത്തിലേക്ക് വരാൻ. എന്താ? ഒന്നെങ്കിൽ അത് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോ, രാഹുൽ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും തലയിണിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. ഗംഗ പെട്ടെന്ന് ഫോണെടുത്ത് അലാറം ഓഫ് ചെയ്തു. 6 മണിയായെന്ന് കണ്ടതും ഉറക്കം തീർന്നില്ലെങ്കിലും കുറച്ചു സമയം കൂടി കണ്ണുകൾ ഇടുക്കി അടച്ചും തുറന്നു. ബെഡിൽ തന്നെ ഇരുന്നവൾ പിന്നെ മനസ്സില്ലാ മനസ്സോടെ പുറത്തേക്ക് ഇറങ്ങി ചെന്നു. ഹാളിൽ സുശീലയും ഉഷയും രമ്യയുമുണ്ട്. ആഹാ, ഇന്ന് നേരത്തെയാണല്ലോ. പതിവില്ലാതെ 6 മണി സമയത്ത് ഗംഗയെ കണ്ടതും സുശീല പറഞ്ഞു. അപ്പോഴാണ് ഉഷയും രമ്യയും കണ്ടത്. അവളുടെ മുഖം കണ്ടാലേ അറിയാം ഉറക്കം വിട്ടു പോയില്ലെന്ന്. ഉറക്കക്ഷീണം മാറിയില്ലെങ്കിൽ കുറച്ചു നേരം കൂടി കിടന്നിട്ട് എഴുന്നേറ്റാൽ മതിയില്ലേ ഗംഗെ? രമ്യയെ ഗംഗയുടെ ഉറക്കം തിങ്ങി നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അറിയാതെ ചോദിച്ചുപോയി. സുശീലയുടെ കൂർത്ത നോട്ടമായിരുന്നു രമ്യയ്ക്ക് ലഭിച്ച മറുപടി. ഉറക്കം എഴുന്നേറ്റ് വന്ന ഗംഗ മറ്റാരെയും ശ്രദ്ധിക്കാതെ മെല്ലെ അലക്കുകളിനടുത്തേക്ക് ചെന്നു. ശേഷം ബ്രഷ് എടുത്ത് പല്ലൊക്കെ തേച്ചു മുഖം കഴുകി തിരികെ അടുക്കളയിലേക്ക് വന്നു. അമ്മാവന്മാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാര്യമായ പാചകത്തിലാണ് രമ്യ. അവൾ എന്തോ അറിയാൻ തുടങ്ങുന്ന സമയത്താണ് ഗംഗ അവിടേക്ക് വന്നത്. ചേച്ചി, ഞാൻ അരിയട്ടെ? വേണ്ട ഗംഗെ, നിനക്കിതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതെന്താ? അവൾ അരിഞ്ഞു നോക്കത്തില്ലേ? നീ ആ കത്തിയും പയറും ഗംഗയുടെ കയ്യിലേക്ക് കൊടുത്തേ. പിന്നിൽ നിന്നും സുശീലയുടെ സംസാരം കേട്ടതോടെ രമ്യ മെല്ലെ കത്തി ഗംഗയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അല്പം മാറി നിന്നു. അറിയുന്നത് ഗംഗയാണെങ്കിലും ടെൻഷൻ മുഴുവൻ രമ്യയുടെ മുഖത്താണ്. ഗംഗെ, സൂക്ഷിച്ചു വേണം. ഇന്നലെ പോലെ കൈയൊന്നും മുറിക്കല്ലേ. നാളെ നിന്റെ വിവാഹമാണ്, അത് ഓർമ്മ വേണം. രമ്യ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് ദിവസത്തെ എക്സ്പീരിയൻസിന്റെ ഫലമായിട്ടാണോ എന്തോ അറിയില്ല. പയറൊക്കെ അത്യാവശ്യം നന്നായി തന്നെ ഗംഗ എറിഞ്ഞു രമ്യയുടെ കയ്യിലേക്കും കൊടുത്തു. ഇനി നീ കഴിച്ചു, ബാക്കി ഞാൻ ചെയ്തോളാട്ടോ. അതും പറഞ്ഞുകൊണ്ട് രമ്യ ഗംഗയുടെ കയ്യിലേക്ക് ഒരു പാത്രം എടുത്തു കൊടുത്തു. അന്ന് ഉപ്പുമാവായിരുന്നു കാലത്തെ ഭക്ഷണം. പുട്ടിനോടും ഉപ്പുമാവിനോടും ഒന്നും തീരെ താല്പര്യമില്ലാത്ത ഗംഗ ഇവിടെ വന്നതിന് ശേഷം കഴിച്ച
രണ്ടേ രണ്ട് പലഹാരങ്ങൾ, പുട്ടും ഉപ്പുമാവും മാത്രമാണ്. തന്റെ അവസ്ഥയോർത്ത് ഗംഗയ്ക്ക് വിഷമം തോന്നിയെങ്കിലും സ്വയം വരുത്തിവെച്ചതാണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ അവൾ ആ വിഷമമൊക്കെ മനഃപൂർവ്വം മറന്നു കളഞ്ഞു. ഒരു ചെറിയ തവിയിൽ ഒരു തവി ഉപ്പുമാവും എടുത്ത് പ്ലേറ്റിലേക്കിട്ട് ഒരു പാളയംകോടൻ പഴവും കൊണ്ട് അവൾ അടുക്കളയിലേക്ക് വന്നു. അപ്പോഴാണ് സുശീല അമ്മാവന്മാർക്കുള്ള ഭക്ഷണം കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് വന്നത്. അല്ലേ, ഇതെന്തുവാ, കോഴിക്ക് കൊടുക്കാനാണോ? പിന്നീട് നിന്ന് അവർ ചോദിച്ചതും ഗംഗ ഒരു ഞെട്ടലോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള നിവൃത്തിയേ ഉള്ളിവർക്ക്. അപ്പോൾ ഉള്ളതിൽ നിന്ന് വയറ് നിറച്ച് കഴിക്കണം. അല്ലാതെ നുള്ളി പെറുക്കി കഴിച്ചു കഴിഞ്ഞിട്ട് നീ മെലിഞ്ഞുണങ്ങി ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ മോശം ഉഷിക്കാം. എനിക്കിത് മതി, ഞാൻ എൻ്റെ വീട്ടിലും ഇത്രേ കഴിക്കൂ. ഗംഗ മടിച്ചാണെങ്കിലും പറഞ്ഞു. നിന്റെ വീട്ടിൽ നീ നിനക്കിഷ്ടമുള്ള പോലെ കഴിച്ചു. പക്ഷെ ഇവിടുത്തെ കുട്ടികൾ ഇങ്ങനെ അല്ല കഴിക്കുന്നേ. രമ്യേ, ആ ഉപ്പുമാവിൻ്റെ പാത്രം ഇങ്ങെടുത്തേ, എന്നിട്ട് കുറച്ചുകൂടി ഇവളുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തേ. എന്തിനമ്മായി, അവൾക്ക് വേണ്ടെങ്കിൽ വെറുതെ നിർബന്ധിക്കണോ? അപ്പോഴേക്കും ഉഷ അങ്ങോട്ട് വന്നു. എന്താ രമ്യ, എന്താ ഇവിടെ ഒരു സംസാരം? ഹാളിൽ നിന്ന് കേൾക്കാലോ നിങ്ങളുടെയൊക്കെ ശബ്ദം. അതമ്മേ, ഗംഗയ്ക്ക് ഉപ്പുമാവ് ഇത്തിരി മതിയെന്ന് പറഞ്ഞു. ഈ അമ്മായി പറയുവാ ഇനിയും കൊടുക്കാന്. അവൾക്ക് ആവശ്യമുള്ളത് കഴിച്ചാൽ പോരെ, എന്തിനാ വെറുതെ നിർബന്ധിക്കുന്നത്? ഗംഗയ്ക്ക് ഉപ്പുമാവൊന്നും ഇഷ്ടമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രമ്യ പറയുന്നത്. ഗംഗെ, നിനക്കിനി ആഹാരം വേണോ? ഉഷ അവൾക്കടുത്തേക്ക് വന്ന് ചോദിച്ചു. വേണ്ട, മടിയോടെ ഗംഗ പറഞ്ഞു. പിന്നെ എന്താ ചേച്ചി പ്രശ്നം? അവൾക്ക് ആവശ്യമുള്ളതല്ലേ കഴിക്കാൻ പറ്റൂ. ചേച്ചി അപ്പുറത്തോട്ട് മാറിയിരുന്ന ആഹാരം കഴിച്ചേ. വെറുതെ രാവിലെ അതൂതും പറഞ്ഞു ഓരോ സംസാരത്തിന് നിൽക്കാതെ. ഉഷ പെട്ടെന്ന് തന്നെ രംഗം വഷളാക്കാതെ എല്ലാവരെയും പറഞ്ഞ് അവരുടെ വഴിക്ക് വിട്ടു. ആഹാരമൊക്കെ കഴിച്ച് അടുക്കളപ്പടിയിൽ തന്നെ ആലോചനയോടെ ഇരിക്കുവാണ് ഗംഗ. അതേസമയം ഗായത്രിക്കാണെങ്കിൽ അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ക്ലാസ് ഒന്നുമില്ല. മാത്രമല്ല, അവൾക്കിനി തിങ്കളാഴ്ച മുതൽ കോളേജ് അവധിയാണ്. 2 ആഴ്ച കഴിഞ്ഞ് എക്സാമാണ്. അതോടുകൂടി അവളുടെ PG പഠനം അവസാനിക്കും. സ്റ്റഡി ലീവ് കായു മാക്സിമം എൻജോയ് ചെയ്യുന്നത് ഗീതയ്ക്കൊപ്പമാണ്. രാവിലെ നേരം വെളുക്കുമ്പോൾ ഗീതയുടെ കൂടെ അടുക്കളയിൽ കയറും. പോയിരുന്നു പഠിക്കുമെന്ന് എത്ര തവണ പറഞ്ഞാലും അവൾ പോവില്ല. അവിടെ തന്നെ ഒന്നും രണ്ടും വർത്താനമൊക്കെ പറഞ്ഞ് അവർക്കൊപ്പം കൂടും. ഇടയ്ക്ക് മാധവൻ തൊടിയിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾക്കൊപ്പം അങ്ങോട്ടും പോകും. ഗായു എവിടെ ഗീതയെ? അതും ചോദിച്ചുകൊണ്ടാണ് തൊടിയിൽ നിന്നും ഒരു പിടി പയറുമായിട്ട് മാധവൻ അകത്തേക്ക് കയറി വന്നത്. ആ കുട്ടി ഉമ്മർത്ത് എവിടെയോ ഉണ്ട് മാധവേട്ട. എന്തു പറ്റി? ഏയ്, ഞാൻ വെറുതെ ചോദിച്ചതാ. മാധവന്റെ കയ്യിലിരുന്ന പയറു വാങ്ങി സിങ്കിൽ കിടന്ന ബേസിനിലേക്കിട്ട് കഴുകിക്കൊണ്ടിരിക്കുവാണ് ഗീത. ഇടയ്ക്കൊന്ന് മാഷിന്റെ വീട്ടുവരെ പോവണ്ടേ? വിവാഹം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും പിന്നീട് നമ്മളാരും അങ്ങോട്ട് പോയില്ലല്ലോ. മാധവൻ പറയുമ്പോഴാണ് ഗീതയും അതേപ്പറ്റി ചിന്തിക്കുന്നത്. നേരാ മാധവേട്ട, ഒന്നാമത് മാഷിക്ക് വയ്യാതെയും കൂടി ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അവിടെ വരെ ഒന്ന് പോകേണ്ടതായിരുന്നല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ശ്യാമളയെ വിളിക്കാറുണ്ട്. എന്തായാലും നാളെ അവധിയല്ലേ, പറ്റുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഗായത്രി മോളുടെ വീട് വരെ പോകാം. അതെ, മഹേഷും ഉണ്ടല്ലോ. വേണമെങ്കിൽ അവർ 2 ദിവസം അവിടെ നിൽക്കട്ടെ. ഗീത ചോദിച്ചതിന് മാധവനൊരു മൂളലോടെ മറുപടി പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിന്നു. എന്ത് നല്ല കുട്ടിയാ ഗായു, അല്ലേ ഗീത? അതിലിപ്പോ എന്താ മാധവേട്ട ഇത്ര സംശയം? അല്ലേലും ഞാൻ അന്നേ പറഞ്ഞില്ലേ, പെണ്ണ് കാണാൻ പോയപ്പോഴേ എനിക്കിഷ്ടപ്പെട്ടത് ആ കുട്ടിയാണെന്ന്. പിന്നെ മൂത്തതിനെ നിർത്തിക്കൊണ്ട് അവരിളയതിനെ കൊടുക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് മനഃപൂർവ്വം ചോദിക്കാതിരുന്നത്. പക്ഷേ എന്തോ കുട്ടിയെ വിധിച്ചിരുന്നത് നമ്മുടെ മഹിക്കാം. അതുകൊണ്ടല്ലേ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നതും അതുകൊണ്ടാണ്. ഇന്നവർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ, അത് മതി. ഈശ്വരന്റെ ഒരു കടാക്ഷമാണെന്ന് കൂട്ടിയാൽ മതി. നല്ല മിടുക്കി കുട്ടി. എന്തൊരു ചുറുചുറുക്കാ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. പോരാത്തതിന് നന്നായി പഠിക്കുകയും ചെയ്യും. പഠിക്കുന്നു പറഞ്ഞ് പിന്നാലെ നടന്ന് അലക്കേണ്ട കാര്യമൊന്നുമില്ല. മഹേഷ് പറയുന്ന കേൾക്കാം, ചിലപ്പോൾ വെളുപ്പിന് 2 മണിക്കും 3 മണിക്കും ഒക്കെ എഴുന്നേറ്റിരുന്ന് പഠിക്കുമെന്ന്. മിടിക്കുക അല്ലേലും. അതെനിക്കറിയാം. പണ്ട് താൻ ഓർക്കുന്നുണ്ടോ, 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ വായനശാലയുടെ പരിപാടിക്ക് അന്ന് ഈ കുട്ടിയുണ്ടായിരുന്നു. പിന്നെ +2വിനും ഫുൾ A+ ആയിരുന്നെന്ന് തോന്നുന്നു. മിടിക്കുക. മൂത്ത കുട്ടിയും പഠിക്കാൻ അത്ര മോശമൊന്നുമല്ല, അവളും മിടുക്കി തന്നെയായിരുന്നു. പിന്നെ ജോലിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നിന്നു. മാധവൻ പറയുന്നത് ഗംഗയാണെന്ന് മനസ്സിലായത് ഗീത അത്ര താല്പര്യമില്ലാതെ മുഖം മാറ്റി. തനിക്കിപ്പോഴും ആ കുട്ടിയോട് ദേഷ്യമാണോ?
ദേഷ്യവുമില്ല, സ്നേഹവുമില്ല. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ മോന് ഗായുവിനെ കിട്ടി. പക്ഷെ അന്ന് ആ സമയം നമ്മൾ അനുഭവിച്ച ആ ടെൻഷനും നാണക്കേടും ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലാ. പിന്നെ അതേ ചൊല്ലി അവരുടെ കുടുംബത്തിലും എന്തൊക്കെ അനർത്ഥങ്ങൾ സംഭവിച്ചു. ഒരു കുഴപ്പമില്ലാതിരുന്ന മാഷ് ആശുപത്രി വരെ ആയില്ലേ. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ആ കുട്ടിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആ, അതൊക്കെ വിട്. കുട്ടികളല്ലേ. പ്രായത്തിന്റെ ഓരോരോ എടുത്തുചാട്ടങ്ങൾ. നമ്മളിനി അതും പറഞ്ഞു പെരുപ്പിച്ച് വലിയ വിഷയമാക്കാൻ നിൽക്കണ്ട. മാധവേട്ടന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? നാരങ്ങാ വെള്ളമോ എന്തെങ്കിലും? കുറച്ചു മുമ്പ് ഗായു നാരങ്ങാ വെള്ളം പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതെടുത്ത് കുടിക്ക്. ആ കുട്ടി ഉമ്മർത്തുണ്ടെങ്കിൽ അതിനും കൂടി കൊടുക്ക്. ഗീത അതും പറഞ്ഞുകൊണ്ട് പയറെരിയെ തുടർന്നതും മാധവൻ ഫ്രിഡ്ജിലിരുന്ന ജഗ്ഗിൽ നിന്നും നാരങ്ങാ വെള്ളം ഒരു ഗ്ലാസ് ഗീതയ്ക്കും കൊടുത്തു. മറ്റൊരു ഗ്ലാസ് അയാളും കുടിച്ചു. പിന്നെ ഒരു ഗ്ലാസ് കയ്യിൽ കരുതി ഉമ്മറത്തിരിക്കുന്ന ഗായുവിന്റെ അടുത്ത് ചെന്നു. അവള് വെറുതെ ഉമ്മറത്തെ സോപാനത്തിൽ ചാരിയിരുന്ന് ഒരു ബുക്കിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ചിരിക്കുന്നു. മാധവൻ ആ നാരങ്ങാ വെള്ളം അവൾക്കരികിലേക്ക് വെച്ചു. മോള് പഠിക്കുക? അല്ലച്ചാ, ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോ. ദാ ഇത് കുടിച്ചോ, ചൂടൊക്കെയല്ലേ. അതും കൊടുത്തിട്ട് മാധവൻ തിരികെ അകത്തേക്ക് കയറിപ്പോയി. കുറേ നേരം അവിടെ ഇരുന്ന ശേഷം ഗായു പിന്നെ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഗീതയ്ക്കരികെ തന്നെ എത്തി. അവരോട് ഓരോ കൊച്ചു വർത്താനങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. ഉച്ചയായപ്പോ ആഹാരവും കഴിച്ച് മുറിയിലേക്ക് കയറിപ്പോയി. ഒരു ഉച്ചമയക്കൊക്കെ കഴിഞ്ഞ് അവൾ എഴുന്നേൽക്കുന്ന നേരത്താണ് മഹേഷ് റൂമിലുണ്ടായിരുന്നത്. മഹേഷേട്ടൻ ഇന്ന് നേരത്തെ എത്തിയോ? ഗായത്രി ഒട്ടൊരു അത്ഭുതത്തോടെ കണ്ണ് തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. ആ, അതിന്ന് ശനിയാഴ്ചയല്ലായിരുന്നു, അതുകൊണ്ടാ. ഗായു, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ മഹേഷേട്ടാ? ഇത് എന്തിനാണൊരു മുഖവുര? കാര്യം പറയുന്നേ. എടോ, ഞങ്ങൾ ബാങ്കിലെ സ്റ്റാഫ് എല്ലാവരും കൂടിയിട്ടേ നാളെ ഒരു ട്രിപ്പ് പോയാലൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. മറ്റന്നാൾ 2 ദിവസം ബാങ്ക് ഹോളിഡേ അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് മൊത്തം 3 ദിവസം കിട്ടും. ഇതാണോ ഇത്ര വലിയ കാര്യം? ഗായു തീർത്തും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ പോട്ടെ, എവിടേക്കാ ട്രിപ്പ് പോകുന്നേ? മൂന്നാർ പോകാനാ ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആവും. തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല. മഹേഷ് മെല്ലെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഓഹോ, അപ്പൊ അങ്ങനെയാണോ കാര്യങ്ങൾ? ഗായത്രി മനസ്സിൽ പറഞ്ഞുകൊണ്ട് മഹേഷിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോ എനിക്ക് സമ്മതമല്ല അച്ഛാ. മഹേഷേട്ടൻ പോവില്ലല്ലേ? എടോ, താനെങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കല്ലേ. ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പോകാറുള്ള ആളല്ല, തനിക്കറിയാലോ. മഹേഷ് അവളെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ഗായത്രിക്ക് അറിയാതെ ചിരി വന്നു. എന്റെ മഹേട്ടാ, നിങ്ങൾ ഇത്ര പാവമായി പോകരുത് കേട്ടോ. എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പോവോ വരുവോ എന്താ അച്ഛാ ചെയ്തോ. ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിര് പറയുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല. എന്നാലും പൊതുവെ കല്യാണം കഴിഞ്ഞാൽ ഈ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വിടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിൽ തൽക്കാലം ആ ബുദ്ധിമുട്ട് ഈ ഭാര്യയ്ക്കില്ല കേട്ടോ. ഗായത്രി മഹേഷിന്റെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അത് പറഞ്ഞതും അറിയാതെ ചിരിച്ചുപോയി മഹേഷ്. വ- വൈകിട്ട് അവരെല്ലാരും കൂടി ആഹാരം കഴിക്കാനിരുന്നപ്പോഴാണ് മഹേഷ് നാളെ ടൂറ് പോകുന്നതിനെ പറ്റി ഗീതയോടും മാധവനോടും പറഞ്ഞത്. കേട്ടവാതി ഗീതയുടെയും മാധവന്റെയും നോട്ടം നേരെ നിന്ന് ഗായത്രിയുടെ മുഖത്തേക്കാണ്. കാര്യം വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ അവർ രണ്ടാളും ഒന്നിച്ച് എവിടേക്കും ഒരു യാത്ര പോയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മഹേഷ് കൂട്ടുകാർക്കൊപ്പം പോകുന്നു എന്നറിയുമ്പോൾ ഗായത്രിക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടോയെന്ന് അറിയുവാനായിരുന്നു ആ നോട്ടം നോക്കിയത്. പക്ഷേ ഗായത്രി പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നുമില്ലാതെ കാസറോളിലിരുന്ന ചപ്പാത്തികളിൽ നിന്ന് ഒന്നെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു. കറിയും കൂട്ടി കഴിക്കുന്നത് കണ്ടതും ഇരുവർക്കും ഒരുപോലെ ആശ്വാസം നിറഞ്ഞു. അത് പിന്നെ മഹേഷേ, ഞങ്ങളെ നാളെ ഗായുമോടെ വീട്ടിൽ വരെ പോകാമെന്ന് കരുതിയിരിക്കുക. കുറച്ച് നാളായില്ലേ അവിടേക്കൊന്ന് പോയിട്ട്. അതൊക്കെ പോട്ടെ, നീ നാളെ എപ്പോഴാ പോകുന്നേ? എനിക്ക് നാളെ രാവിലെ തന്നെ പോണോ വച്ചാ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ എല്ലാവരും കൂടി നാളെ ഒരു യൂബർ വിളിച്ച് ഗായുവിന്റെ വീട്ടിലേക്ക് വയ്ക്കൂ. ആ, അങ്ങനെ ചെയ്യാം അല്ലേ ഗീത? അതെ മാധവേട്ട, അത് മതി. ഗീതയെ മറുപടി പറഞ്ഞതോടെ ആ കാര്യത്തിന് തീരുമാനമായി. ഗായുവിന് വല്ലാത്ത സന്തോഷം തോന്നി നാളെ വീട്ടിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോ. എങ്കിൽ പിന്നെ ഞാനിന്ന് അമ്മയെ വിളിച്ച് പറയട്ടെ. കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് ഗായു ആവേശത്തോടെ അവരെ നോക്കി. ഗീത ചിരിയോടെ തലകുലുക്കി. ഗായു പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി ചെന്ന് ഫോൺ എടുത്തിട്ട് ശ്യാമളയെ കോൾ ചെയ്തുകൊണ്ട് കട്ടിലേക്ക് കിടന്നു. അമ്മേ, അവൾ നീട്ടി വിളിച്ചു. പറ ഗായു,
എന്താ ഈ സമയത്തൊരു വിളി? പതിവില്ലാതെ രാത്രിയിൽ അവൾ ഫോൺ വിളിച്ചതും ശ്യാമള ചോദിച്ചു. അമ്മേ, നാളെ ഞങ്ങളെല്ലാരും കൂടി അവിടേക്ക് വരുന്നുണ്ട്. ആണോ മോളെ? നാളെ എപ്പോഴാ വരുന്നത്? രാവിലെ വരും. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാ വരുന്നത്. ആണോ? മഹേഷ് ഉണ്ടാവോ? മഹേഷ് ഏട്ടൻ ഉണ്ടാവില്ല. അമ്മയും അച്ഛനും ഞാനും വരും. അയ്യോ, അത് കഷ്ടായിപ്പോയല്ലോ. അമ്മേ, അത് മഹേഷ് ഏട്ടനെ കൂട്ടുകാർക്കൊപ്പം ഓഫീസിൽ നിന്ന് ഒരു ടൂറ്. എങ്കിൽ പിന്നെ നീ 2 ദിവസം ഇവിടെ നിൽക്കാമോ? എത്ര നാളായി നിന്നെ ഒന്ന് അടുത്ത് കിട്ടിയിട്ട്. ഞാൻ ചോദിച്ചു നോക്കട്ടെ അമ്മേ. എനിക്കിപ്പോൾ സ്റ്റഡി ലീവ് അല്ലേ? ഞാൻ ബുക്കൊക്കെ എടുത്തിട്ട് വരാം. അതാകുമ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ നിന്നിട്ട് എക്സാം തുടങ്ങുമ്പോൾ ഇങ്ങോട്ടേക്ക് പോരാം. അത്രയും ദിവസമൊക്കെ മഹേഷ് നിർത്തുമോ നിന്നെ? അതിനിപ്പോൾ എന്താ? എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒപ്പം ഞാൻ നിൽക്കുന്നതിന് എനിക്കാരുടെ അനുവാദം വേണ്ട. ഗായത്രിയുടെ ഉള്ളിൽ ആ കുറുമ്പത്തി പെണ്ണ് ഉണർന്നു. ദേ, അങ്ങനൊന്നും പറയണ്ട കേട്ടോ. മഹേഷ് നല്ലവനാ. അവനോട് കൂടി ചോദിച്ചിട്ട് മതി തീരുമാനം എടുക്കുന്നതൊക്കെ. ശ്യാമള പറഞ്ഞു. നാളെ വരുമ്പോ എന്താ വേണ്ടേ? പുഴുമയും കിട്ടുമോ നോക്കട്ടെ. നിനക്കതല്ലേ ഏറ്റവും ഇഷ്ടം? അതൊന്നും വേണ്ടമ്മേ. നമ്മുടെ വീട്ടിലുള്ളതൊക്കെ മതി. ഇനിയിപ്പോ സ്പെഷ്യലായിട്ടൊന്നും വേണ്ട. നീ അങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയാം. എന്തായാലും നാളെ ഇറങ്ങും മുമ്പ് നീ വിളിക്കുക കേട്ടോ. അച്ഛനോടമ്മേ. അച്ഛൻ താ മരുന്നൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ അങ്ങ് കിടന്നതേ ഉള്ളൂ. കൊടുക്കണോ? വേണ്ട. ഇനിയിപ്പോ നാളെ അങ്ങോട്ട് വരുമല്ലേ, ഞാനപ്പോൾ സംസാരിച്ചോളാം. ശ്യാമള ഫോൺ വെച്ച് കഴിഞ്ഞു ഏറെ നേരം ആലോചനയോടെ ഗായത്രി കട്ടിലിൽ തന്നെ കിടന്നു. അപ്പോഴാണ് മഹേഷ് വന്നത്. വാതിൽ ചേർത്തടച്ച് കുറ്റിയിട്ടുകൊണ്ട് അവൻ ഗായുവിനരികിലേക്ക് വന്ന് കിടന്നു. എന്താണ്? കാര്യമായ ആലോചനയാണല്ലോ. ഏയ് മഹേഷേട്ടാ, നാളെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ കുറച്ചു ദിവസം വീട്ടിൽ നിന്നോട്ടെ. അതിനെന്താടോ, താൻ നിന്നോ? അങ്ങനെയാണെങ്കിലേ ഞാൻ ബുക്കൊക്കെ എടുത്തിട്ട് പോട്ടെ. അതാവുമ്പോൾ എക്സാം എടുക്കാറാവുമ്പോഴേക്കും ഇങ്ങ് വന്നാൽ മതിയല്ലോ. അത്രയും ദിവസം നിൽക്കണോ? മഹേഷ് ആലോചനയോട് ചോദിച്ചു. എന്താ, എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? ഏയ്, അങ്ങനൊന്നും ഇല്ലടോ. എന്നാലും അത്രയും ദിവസം താൻ അടുത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമം. ഓ, ചെറിയ വിഷമമല്ലേ, അതങ്ങ് സഹിച്ചാൽ മതി. ഗായത്രി കളിയായി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നതും നിമ്മി നേരം കൊണ്ട് മഹേഷ് അവളെ ചുറ്റി വരുന്നു. ഇരുവരുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു. മഹേഷിന്റെ തീക്ഷ്ണമായ നോട്ടം നേരിടാനാവാതെ ഗായു മിഴികൾ ഇറുക്കി അടച്ചു. അവന്റെ അതിരങ്ങളുടെ ചൂട് അവളുടെ കവിളിൽ പതിഞ്ഞു. വെപ്രാളത്തോടെ കണ്ണു തുറന്നവൾ കണ്ണുകളിൽ പ്രണയം നിറച്ചുകൊണ്ട് അവളെ തന്നെ നോക്കിക്കിടക്കുകയാണ് മഹേഷ്. അവന്റെ മുഖം അവൾക്കടുത്തേക്ക് ചാഞ്ഞു വന്നു. പിന്നെ തേടി നടന്നതെന്തോ കിട്ടിയ സന്തോഷത്തിൽ അവന്റെ അതിരങ്ങൾ അവളുടെ ഇതിനോട് ചേർന്നു. മത്സരിച്ച് മത്സരിച്ച് ഇരുവരും അതിരങ്ങൾ നുണഞ്ഞെടുത്തു. അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ മുറുകി. പിന്നീട് അതൊരു കിതപ്പിൽ അവസാനിച്ചു. മഹേഷിന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുവാണ് ഗായം. അവന്റെ ഒരു കൈ അവളെ മെല്ലെ തഴുകുന്നുണ്ട്. താനെന്നെ മിസ് ചെയ്യുവോ 3 ദിവസം? ഏയ്, ഞാനൊന്നും മിസ് ചെയ്യില്ല, ഗായത്രി കുറുമ്പോടെ പറഞ്ഞു. പിന്നെ മഹേഷിന്റെ കവളിൽ ഒന്നും മുത്തി. അതിലുണ്ടായിരുന്നില്ല. ഉറങ്ങിക്കോ, നാളെ രാവിലെ എഴുന്നേൽക്കാനുള്ളതല്ലേ, ഗായത്രി പറഞ്ഞതും മഹേഷ് മെല്ലെ അവളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കിടന്നു. ഗായത്രിയുടെ ഉള്ളിൽ ഒരു വല്ലാത്ത പിടപ്പുയർന്നു. അവൾ അത് മറിച്ചു വെച്ചുകൊണ്ട് മെല്ലെ ഒരു കൈകൊണ്ട് അവന്റെ പുറത്ത് തട്ടിക്കൊടുത്തു. ഇരുവരും പതിയെ ഗാഠമായ നിദ്രയിലേക്ക് വഴുതി വീണു. തുടരും.